നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിനിമാ താരം ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. പുതുശ്ശേരി എഴുത്തുപുരയ്ക്കൽ ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇവർക്ക് താമസ സൗകര്യമൊരുക്കാൻ സഹായിച്ചവർക്കെതിരെയും അന്വേഷണം. അന്തരിച്ച പ്രശസ്ത ഇടയ്ക്ക വാദ്യകലാകാരൻ തിച്ചൂർ മോഹനന് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. അന്തിമോപചാരം അർപ്പിക്കാൻ തിച്ചൂർ ഗ്രാമത്തിലേക്ക് 100 കണക്കിന് പേരെത്തി. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. MDMA വിൽപ്പന ഒളിവിലായിരുന്ന യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രത്തിന് സമീപം പൊന്നമ്പത്തയിൽ ജാസിറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി BJP സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ നേരിൽ കണ്ട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ ഉന്നത നേതൃത്വം പ്രാദേശിക തലങ്ങളിലേക്ക്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പുന്നയൂർകുളം മേഖലയിൽ സന്ദർശനം നടത്തി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ശുഭപ്രതീക്ഷയെന്ന് സുരേന്ദ്രൻ. ചലച്ചിത്ര താരം ഗൗതമിയുടെ ഭൂമി തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. കുന്നംകുളം പുതുശ്ശേരിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സംഘത്തെ തമിഴ്നാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സിനിമാ താരം ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ, ഭാര്യ നാച്ചൽ, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ 5 പേരെയാണ് തമിഴ്നാട് പോലീസ് പുതുശ്ശേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടിയത്. ചെന്നൈ അസിസ്റ്റന്റ് കമ്മീഷണർ ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ ഉന്നത പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പുതുശ്ശേരിയിലുള്ള എഴുത്തുപുരയ്ക്കൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. കുന്നംകുളത്ത് പ്രതികൾക്ക് താമസിക്കാൻ സൌകര്യം ഒരുക്കി നൽകിയ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ BJP പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തതായാണ് സൂചന. ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 8:30 പുതുശ്ശേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ തമിഴ്നാട് പോലീസ് സംഘം ആരംഭിച്ച റെയ്ഡ് ഉച്ചതിരിഞ്ഞ് 5 മണിവരെ നീണ്ടു. ഇതിനിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി തട്ടിപ്പ് സംഘത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം 5 മണിയോടെ സംഘത്തിലെ 5 പേരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. തുടർന്ന് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. ശ്രീപെരുംപുതൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും ഇപ്പോൾ വധഭീഷണി നേരിടുകയാണെന്നും ഗൗതമി നേരത്തെ ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. അതിനു പിന്നാലെ ഗൗതമിയെ വിളിച്ചുവരുത്തി പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. കാഞ്ചീപുരം ജില്ലാ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സൂപ്രണ്ടിന് മുന്നിൽ ഹാജരായ ഗൗതമിയിൽ നിന്ന് പോലീസ് അരമണിക്കൂറോളം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തന്റെ മോശം ആരോഗ്യസ്ഥിതിയും മകളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളും മുന്നിൽ കണ്ടാണ് സ്ഥലം വിൽക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്ന് ഗൗതമി പരാതിയിൽ വിശദീകരിക്കുന്നു. 46 ഏക്കർ വരുന്ന സ്ഥലം വിറ്റുതരാമെന്ന് അറിയിച്ചാണ് അഴകപ്പൻ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റും ഭാര്യയും സമീപിച്ചതെന്ന് ഗൗതമി പരാതിയിൽ പറയുന്നു. വിശ്വസനീയതയോടെ പെരുമാറിയിരുന്ന അവർക്ക് താൻ പവർ ഓഫ് അറ്റോർണി നൽകുകയായിരുന്നുവെന്നും എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ച് അവർ 25 കോടിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തിരിക്കുകയാണെന്ന് ഗൗതമി പരാതിയിൽ വ്യക്തമാക്കുന്നു. ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചത് പ്രകാരം 4 തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പരാതിയിലുണ്ട്. തട്ടിപ്പ് നടത്തിയ അഴകപ്പൻ രാഷ്ട്രീയ ഗുണ്ടകളുടെ സഹായത്തോടെ മകൾ സുബ്ബുലക്ഷ്മിയെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും വധഭീഷണിയടക്കം ലഭിക്കുന്നുണ്ടെന്നും അടുത്തിടെ BJP വിട്ട ഗൗതമി പറയുന്നു. ഇത് മകളുടെ പഠനത്തെയടക്കം സാരമായി ബാധിക്കുന്നുവെന്നും വിഷയത്തിൽ ഇടപെട്ട് നഷ്ടപ്പെട്ട ഭൂമി തിരികെ വാങ്ങി നൽകാൻ പോലീസ് ഇടപെടണമെന്നും തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നുമാണ് ഗൗതമി പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 20 വർഷമായി അംഗമായ BJPയിൽ നിന്നും ഈ വിഷയത്തിൽ പിന്തുണ ലഭിക്കാത്തതിനാലാണ് താൻ പാർട്ടി വിട്ടതെന്നും ഗൗതമി അറിയിച്ചിരുന്നു. 80കളുടെ അവസാനവും 90കളിലും സിനിമയിൽ സജീവമായിരുന്ന ഗൗതമി തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി, മലയാളം ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസന്റെ മുൻ പങ്കാളിയായ ഗൗതമി ക്യാൻസറിന് ചികിത്സ തേടിയിരുന്നു. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം CCTV ന്യൂസ്, കേച്ചേരി. ചലച്ചിത്ര താരം ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നും പിടികൂടിയ സംഭവം അതീവ ഗൗരവമാണെന്ന് CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ.
തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ, ഭാര്യ നാച്ചൽ, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ 5 പേരെയാണ് തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നും പിടികൂടിയത്. തമിഴ്നാട് ഡിവൈഎസ്പി ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ പോലീസ് സംഘം ചൂണ്ടൽ എഴുത്തുപുരയ്ക്കൽ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടിയിലായതെന്നും സംഭവത്തിൽ കുന്നംകുളത്ത് പ്രതികൾക്ക് താമസിക്കാൻ സൌകര്യം ഒരുക്കി നൽകിയ ബിജെപി ചൊവ്വന്നൂർ പഞ്ചായത്ത് 12-ാം വാർഡ് അംഗം അജിത വിശാൽ, ഭർത്താവും ബിജെപി IT സെൽ ചുമതലക്കാരനും ഓൺലൈൻ മാധ്യമപ്രവർത്തകനുമായ വിശാൽ എന്നിവരുടെ വീട്ടിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇവർ ഒളിവിൽ പോയിരിക്കുകയാണെന്നും CPIM ഏരിയ സെക്രട്ടറി MN സത്യൻ പറഞ്ഞു. ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗമായ അജിത വിശാലും വോയിസ് ഓഫ് കുന്നംകുളത്തിൻ്റെ ഉടമയായ വിശാലും താമസിക്കുന്ന വീട്ടിൽ തമിഴ്നാട് പോലീസ് സംഘം വരികയും പരിശോധന നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ വിശാലും പഞ്ചായത്ത് അംഗവും കുടുംബാംഗങ്ങളും ഒളിവിൽ പോയതായിട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവ് വിശാലിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും അറിയുന്നു. ജില്ലയിലെ ഉന്നത BJP നേതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിന് ഒളിത്താവളം ഒരുക്കിക്കൊടുത്തത്. തമിഴ്നാട് പോലീസ് സംഘം വ്യക്തമാക്കിയത് അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പ്രതികളെ ഒളിവിൽ താമസിപ്പിക്കാൻ BJPയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളുടെ ആവശ്യപ്രകാരമാണ് വിശാലും ഭാര്യ അജിതയും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായത് എന്നാണ്. കൊടകര കുഴൽപ്പണക്കേസ് പ്രതികളായ കവർച്ചാ സംഘത്തെ സംരക്ഷിച്ചതും ഇതേ ഉന്നത നേതാവാണെന്നും അതിൽ നിന്ന് കിട്ടിയ കോടികൾ ഉപയോഗിച്ച തൃശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും BJPയിലെ തന്നെ ഒരു വിഭാഗം നിരവധി പരാതികൾ നൽകിയിരുന്നു. ഉന്നത നേതാവ് കുന്നംകുളത്ത് മത്സരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് വിശാലായിരുന്നു. ഈ അടുപ്പമാണ് തമിഴ്നാട്ടിലെ തട്ടിപ്പു സംഘത്തിന് ഒളിത്താവളം ഒരുക്കാൻ ഏൽപ്പിച്ചതിന് പിന്നിൽ. കുഴൽപ്പണ തട്ടിപ്പുകാർ, കവർച്ചക്കാർ, തമിഴ്നാട് സാമ്പത്തിക തട്ടിപ്പുകാർ ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന കേന്ദ്രമായി തൃശൂരിനെ മാറ്റിയ BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും തട്ടിപ്പുകാർക്ക് ഒളിത്താവളം ഒരുക്കി സംരക്ഷിച്ച വിശാൽ, ഭാര്യ അജിത എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്നും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് അംഗം അജിത വിശാൽ രാജിവെക്കണമെന്നും കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ആവശ്യപ്പെട്ടു. 25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്തു എന്ന് വ്യക്തമാക്കപ്പെട്ട നിലയിൽ ജനപ്രതിനിധി എന്ന തൻ്റെ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നും ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിലെ പോലീസ് നടത്തുന്ന അന്വേഷണത്തോടൊപ്പം തന്നെ ഇത്തരം കവർച്ചക്കാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമഗ്രമായ അന്വേഷണം നടത്തണം എന്നും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം CCTV ന്യൂസ് കേച്ചേരി. മറ്റു വാർത്തയിലേക്ക്. MDMA വിൽപ്പന ഒളിവിലായിരുന്ന യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രത്തിന് സമീപം പൊന്നമ്പത്തയിൽ ജാസിറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഡിസംബർ 30-ന് ചൂണ്ടൽകുന്നത്ത് നിന്ന് 91 ഗ്രാം MDMAയുമായി കണ്ടാണശ്ശേരി രാമനാഥ് വീട്ടിൽ അഫ്സൽ, വാഗ പുഴങ്ങരയിലത്ത് മുഹമ്മദ് സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് MDMA എത്തിച്ചു നൽകിയത് ജാസിർ ആയിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി നാട്ടിലെത്തിയ വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ വ്യാപകമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന അഞ്ഞൂർ സ്വദേശി ശരത്തിന്റെ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് ജാസിർ. പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. ഇടയ്ക്കവാദനത്തിൽ തന്റേതായ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ഹരം കൊള്ളിച്ച അതുല്യ പ്രതിഭയായ തിച്ചൂർ മോഹനന് അന്തിമോപചാരം അർപ്പിക്കാൻ പ്രശസ്ത വാദ്യ കലാകാരന്മാരും വാദ്യപ്രേമികളും സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിച്ചൂർ മോഹനന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് യാത്രയാക്കിയത്.
സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി സി അനുപമൻ പുഷ്പചക്രം സമർപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സുന്ദർ മേനോൻ, വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത, വൈസ് പ്രസിഡന്റ് കെ ബാബു, കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം ടി വാസു, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, TCV ചാനൽ വെഞ്ചേഴ്സ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, COA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് T രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനു വേണ്ടി പ്രതിനിധി കെ മുരളീധരൻ, എരുമപ്പെട്ടി പ്രസ് ക്ലബിനു വേണ്ടി AM റഷീദ് എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. ഇടക്കയിൽ വിസ്മയം തീർത്ത മഹാപ്രതിഭയാണ് തിച്ചൂർ മോഹനനെന്നും അദ്ദേഹത്തിന്റെ വിയോഗം കലാലോകത്തിന് തീരാ നഷ്ടമാണെന്നും പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. വാദ്യകലാരംഗത്ത് പഞ്ചവാദ്യ മേഖലയിൽ പ്രത്യേകിച്ചും ഏറെ ശ്രദ്ധേയനായ ഒരു ശ്രേഷ്ഠനായ വാദ്യകലാകാരനാണ് തിച്ചൂർ മോഹനൻ. നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മഠത്തിലെ വരവ് പഞ്ചവാദ്യം അടക്കം കേരളത്തിലെ എവിടെ പഞ്ചവാദ്യം കേമമായിട്ടുണ്ടോ അവിടെ തിച്ചൂർ മോഹൻ്റെ ഇടയ്ക്ക ഉണ്ടാവും. അത് ഒരു സവിശേഷതയാണ്. 45 വർഷമായി തൃശൂർ പൂരത്തിലെ പ്രസിദ്ധമായ മഠത്തിൽ വരവിൽ പഞ്ചവാദ്യത്തിൽ പ്രധാന പങ്കാളിയാണ് തിച്ചൂർ മോഹനൻ. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ബേക്കറിയിൽ നിന്ന് ശീതളപാനീയം കഴിച്ചവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വിഭാഗവും സംയുക്ത പരിശോധന നടത്തി. ഫ്രീസറിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന പാലുൽപ്പന്നങ്ങൾ, കാലാവധി കഴിഞ്ഞതും ലേബൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുമായ പാക്കറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ അനു ജോസഫ്, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷീബ MS, രശ്മി S, വിഷ്ണു PP, ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥൻ EA രവി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പുന്നയൂർകുളം മേഖലയിൽ സന്ദർശനം നടത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ A ക്ലാസ് പാർലമെന്റ് മണ്ഡലമായ തൃശൂർ സീറ്റിൽ NDA മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കീഴ്ഘടകങ്ങളിലെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും നേരിൽ കാണുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു സന്ദർശനം. ആൽത്തറ കാളത്തിങ്കൽ വിനോദിനിയമ്മയുടെ ഗൃഹസന്ദർശനത്തോടെയായിരുന്നു തുടക്കം. ആൽത്തറ, പുഴിക്കള, ചെറായി, ഉപ്പുങ്ങൽ, പുന്നയൂർക്കുളം എന്നീ മേഖലകളിലെ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ, ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളി, അന്തരിച്ച മുൻ MLAയും കോൺഗ്രസ് നേതാവും പാലക്കാട് ജില്ലാ DCC പ്രസിഡന്റുമായിരുന്ന KG കരുണാകരമേനോന്റെ വസതി തുടങ്ങി വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം ദീർഘകാലം പരിവാര പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായി പ്രവർത്തിച്ച കറപ്പാശാൻ, കേരള സ്റ്റേറ്റ് ജൂനിയർ ബോയ്സ് അണ്ടർ 41 kg ഗോൾഡ് മെഡൽ ജേതാവ് KS അഭിമന്യു, പുന്നയൂർക്കുളം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിയ അനാമിക സുഭാഷ് എന്നിവരെ അനുമോദിച്ചു. ആൽത്തറ രാമരാജ സ്കൂളിൽ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സമയക്കുറവ് മൂലം അനുവാദം ചോദിച്ചു മടങ്ങുകയാണുണ്ടായത്. ഗൃഹസന്ദർശന വേളയിൽ BJP സംസ്ഥാന സെക്രട്ടറി നാഗേഷ്, തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ദയാനന്ദൻ മാമ്പുള്ളി എന്നിവർ കൂടെയുണ്ടായിരുന്നു. പുന്നയൂർക്കുളം പഞ്ചായത്ത് ഭാരവാഹികളും വാർഡ് മെമ്പർമാരും പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. കടപ്പുറം പഞ്ചായത്ത് അഞ്ചങ്ങാടിയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് ചിന്നക്കൽ ഷെരീഫയുടെ വീട്ടിലെ ആടുകളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കൂട്ടത്തോടെ എത്തിയ നായ്ക്കൾ മരം കൊണ്ടുള്ള കൂട് തകർത്താണ് ആടുകളെ കടിച്ചുകൊന്നത്. പഞ്ചായത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ടും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. വള്ളത്തിലെ എഞ്ചിൻ നിലച്ച് ആഴക്കടലിൽ കുടുങ്ങിയ വള്ളത്തിലെ 5 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. മുനയ്ക്കക്കടവ് നിന്നും 4 ദിവസം മുമ്പ് മത്സ്യബന്ധനത്തിന് പോയ സെന്റ് ആന്റണി എന്ന ഒഴുക്കുവള്ളത്തിന്റെ എഞ്ചിൻ നിലച്ചതിനെ തുടർന്ന് ആഴക്കടലിൽ കുടുങ്ങിപ്പോയ 5 മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. ചേറ്റുവയിൽ നിന്നും 35 നോട്ടിക്കൽ മൈൽ അകലെ ബ്ലാങ്ങാട് വടക്കു പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ തമിഴ്നാട് സ്വദേശി ആന്റണി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് ആന്റണി എന്ന വഞ്ചിയിലെ 5 മത്സ്യത്തൊഴിലാളികളെയാണ് ഫിഷറീസ് സീ റെസ്ക്യൂ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി മുനയ്ക്കക്കടവ് ഹാർബറിൽ എത്തിച്ചത്. കടലിൽ നല്ല ഇരുട്ടും ശക്തിയായ കാറ്റുമുണ്ടായതിനാലും വഞ്ചിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതും കരയിൽ നിന്നും വളരെ ദൂരക്കൂടുതലുള്ളതുകൊണ്ടും രാത്രി സമയമായതിനാലും രക്ഷാപ്രവർത്തനം ദുർഘടമായിരുന്നുവെന്ന് ഫിഷറീസ് റെസ്ക്യൂ സംഘം പറഞ്ഞു. വൈകിട്ട് 2 മണിയോടുകൂടിയാണ് വഞ്ചി കടലിൽ എഞ്ചിൻ നിലച്ച് കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന് സന്ദേശം ലഭിച്ചത്. ഉടൻ തന്നെ മുനയ്ക്കക്കടവ് ഭാഗത്തുള്ള സീ റെസ്ക്യൂ ബോട്ട് അങ്ങോട്ട് തിരിച്ചു. അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ 5 മത്സ്യത്തൊഴിലാളികളെയും പുലർച്ചെ 3 മണിയോടെയാണ് റെസ്ക്യൂ ബോട്ടിൽ വള്ളം കെട്ടി കരയിലെത്തിച്ചത്.
അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ ഷിനിൽകുമാർ ഇആർ, ഷൈബു VM, പ്രശാന്ത് കുമാർ VN, ഫിഷറീസ് സീ റെസ്ക്യൂ ഗാർഡുമാരായ ഷഫീഖ്, സിജീഷ്, ബോട്ട് റാങ്ക് റസാക്ക്, ഡ്രൈവർ റഷീദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. മാധ്യമപ്രവർത്തകരെ ആദരിച്ച് കുട്ടിക്കൂട്ടം. കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വാർത്തകൾ നൽകുന്നതിലെ മികവ് പരിഗണിച്ച് മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. മികച്ച പത്രലേഖകനുള്ള കുട്ടികളുടെ പുരസ്കാരം ലഭിച്ചത് കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും മംഗളം ദിനപത്രം ലേഖകനുമായ CF ബെന്നിക്കാണ്. ദൃശ്യമാധ്യമ രംഗത്തെ കുട്ടികളുടെ അവാർഡിന് CCTVയുടെ റിപ്പോർട്ടർ ജോസ് മാളിയേക്കൽ അർഹനായി. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നടന്ന ആദരണ ചടങ്ങിൽ മേജർ PJ സ്റ്റൈജു അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ ഫ്രാൻസിസ് K. ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SMUP സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ അനുമോദന പ്രസംഗം നടത്തി. മാധ്യമപ്രവർത്തകൻ PJ ബിജോയ് സംസാരിച്ചു. കുട്ടികൾ മാധ്യമപ്രവർത്തകർക്ക് പുസ്തകവും പേനയും സമ്മാനമായി നൽകി. ജോസ് മാളിയേക്കൽ, CF ബെന്നി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ചെറുതേവർ എഴുന്നള്ളിപ്പ് നടത്തി. ശ്രീമൂലം സ്ഥാനത്ത് നിന്ന് ക്ഷേത്ര മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഗജവീരന്റെ പുറത്ത് ചെറുതേവരെ ഏകാദശി ഉത്സവത്തിനായി ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. വാദ്യമേളവും പൂത്താലങ്ങളുമായി ഭക്തർ അകമ്പടിയേകി. ഗുരുവായൂർ നഗരസഭയിൽ ക്യാൻ തൃശൂർ ശില്പശാല നടത്തി. നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സെക്യുലർ ഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി. നഗര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൽഫത്ത് കുർക്കോളി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനു തമ്പി എന്നിവർ ക്യാൻസറിനെ കുറിച്ച് ക്ലാസ് എടുത്തു. കൗൺസിലർമാരായ KP ഉദയൻ, KPA റഷീദ്, ബിന്ദു പുരുഷോത്തമൻ, മുനീറ അഷ്റഫ്, ദേവിക ദിലീപ്, ജ്യോതി രവീന്ദ്രനാഥ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് MR ശ്രീവിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PR കുഞ്ഞുണ്ണി, ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ, പഞ്ചായത്ത് അംഗം PV രജീഷ് എന്നിവർ സംസാരിച്ചു. ഭരണസമിതിയുടെ അഴിമതിക്കും കേടുകാര്യസ്ഥതയ്ക്കും ഭൂമാഫിയയുമായി ഒത്തുകളിച്ച് പഞ്ചായത്ത് ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നതിനെതിരെയും കമ്മ്യൂണിറ്റി ഹാളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയതെന്ന് നേതൃത്വം അറിയിച്ചു. രാത്രി ലോഡ്ജുകളിൽ കയറി റിസപ്ഷനിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരി കൂടാരം വീട്ടിൽ 48 വയസ്സുള്ള മുരുകനെയാണ് SI KP ജെയ്സന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വടക്കേ ഇന്നർ റിംഗ് റോഡിലുള്ള ശിവരഞ്ജിനി ടൂറിസ്റ്റ് ഹോമിന്റെ റിസപ്ഷനിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെയാണ് ഇയാൾ ഫോൺ മോഷ്ടിച്ചത്. ലോഡ്ജ് റിസപ്ഷനുകളിൽ നിന്ന് ഫോൺ മോഷ്ടിച്ചതിന് നേരത്തെയും ഇയാൾ ടെമ്പിൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഷൊർണൂർ റെയിൽവേ, ഇരിങ്ങാലക്കുട, ആലുവ എന്നീ പോലീസ് സ്റ്റേഷനുകളിലും പ്രതിക്കെതിരെ സമാന കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. DYFI ജനുവരി 20-ന് സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി മണലൂർ ബ്ലോക്ക് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. DYFI മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് K. സച്ചിൻ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, AK ഹുസൈൻ, VG സുബ്രഹ്മണ്യൻ, PS മിഥുൻ, ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കാറിന്റെ പുറകിലിടിച്ച ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കോട്ടപ്പടി പുറായ് ജോണിനാണ് പരിക്കേറ്റത്. കോട്ടപ്പടി സെന്ററിൽ ഉച്ചതിരിഞ്ഞ് 4:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ പുഴയ്ക്കൽ ബ്ലോക്കിൽ പര്യടനം പുരോഗമിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. മുണ്ടൂർ നെഹ്റു പാർക്കിൽ നടന്ന സ്വീകരണം കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. ധനലക്ഷ്മി ബാങ്ക് ചീഫ് മാനേജർ ഷാജു KM അധ്യക്ഷനായി. തൃശൂർ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ കൃഷ്ണമോഹൻ, ലീഡ് ബാങ്ക് പ്രതിനിധി പ്രവീൺ കുമാർ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ദീപക് എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഉജ്ജ്വല യോജനയ്ക്കു കീഴിൽ പുതിയ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്യൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യം എന്നിവ ഒരുക്കിയിരുന്നു. യോഗ ക്ലാസ്, വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു.
കാട്ടകമ്പാൽ തിരുവാതിര വാണ്യത്തിന് ശനിയാഴ്ച തുടക്കമാകും. തിരുവാതിര വാണ്യ സമിതിയും കാട്ടകമ്പാൽ പഞ്ചായത്തും സംയുക്തമായാണ് ഡിസംബർ 23, 24, 25 തീയതികളിൽ വിവിധ പരിപാടികളോടെ കാട്ടകമ്പാൽ ക്ഷേത്ര പരിസരത്ത് തിരുവാതിര വാണ്യം നടത്തുന്നത്. 23 രാവിലെ 9 മണിക്ക് തൃശൂർ ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി ചിത്ര, കളിമൺ, ശില്പ പഠന ക്യാമ്പോടെ പരിപാടികൾക്ക് തുടക്കമാകും. വൈകിട്ട് 7 കാട്ടകമ്പാൽ ചലച്ചിത്രമേളയും നടക്കും. 24 ആർട്ട് കമ്പാൽ എന്ന പേരിൽ പെൻസിൽ ഡ്രോയിങ്, കളറിംഗ്, കഥ, കവിതാ രചന, പ്രസംഗം എന്നീ മത്സരങ്ങൾ നടക്കും. തുടർന്ന് വൈകിട്ട് 5 മണി മുതൽ ആരംഭിക്കുന്ന വാണ്യം 25 രാത്രി വരെ തുടരും. തിരുവാതിര വിഭവങ്ങൾ, കാർഷിക വിളകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, കയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വാണ്യ സ്റ്റാളുകളിൽ ലഭിക്കും. 6 നടക്കുന്ന പൊതുസമ്മേളനം മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയാകും. യോഗാനന്തരം കലാപരിപാടികൾ ആരംഭിക്കും. 25 വൈകിട്ട് 6 മണിക്ക് ചിറക്കലിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ തിരുവാതിര, ചോഴി, ക്രിസ്മസ് പാപ്പമാർ തുടങ്ങി വിവിധ കലാരൂപങ്ങൾ അണിനിരക്കും. ഘോഷയാത്രയ്ക്ക് ശേഷം ആഹരി ഫോക്ക് മ്യൂസിക് ബാൻഡിന്റെ നാടൻപാട്ടും കാന്താരത്തയവും ഉണ്ടായിരിക്കുമെന്ന് തിരുവാതിര വാണ്യസമിതി ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. നടി ദിവ്യ ഉണ്ണിയും ശിഷ്യരും കണ്ണന് മുന്നിൽ നൃത്താർച്ചന നടത്തി. ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ US-ൽ പ്രവർത്തിക്കുന്ന ശ്രീപദം നടന കലാസാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ 20ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് കുചേല ദിനത്തിൽ ദിവ്യ ഉണ്ണി കണ്ണന് മുന്നിൽ ആടിയത്. പഠനകേന്ദ്രത്തിലെ 20ഓളം ശിഷ്യകളും ഒത്താണ് ദിവ്യ ഉണ്ണി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിൽ നിറഞ്ഞാടിയത്. 3 മണിക്കൂറോളം നീണ്ട സംഗീതാർച്ചനയിൽ ശിഷ്യരുടെ ചടുല താളങ്ങൾക്ക് പിന്നണി ഒരുക്കിയും വേദിയിൽ നിറഞ്ഞാടിയും ദിവ്യ ഉണ്ണി ആസ്വാദകരുടെ മനം കവർന്നു. പ്രിയ നടിയുടെ ചടുല താളങ്ങൾ സദസ്സ് കരഘോഷത്തോടെ വരവേറ്റു. 90കളുടെ അവസാനത്തിലും 2000ന്റെ തുടക്കത്തിലും സിനിമയിൽ സജീവമായിരുന്നുവെങ്കിലും ഇപ്പോൾ നൃത്തരംഗത്തു മാത്രമാണ് ദിവ്യ ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നേരത്തെയും കണ്ണനു മുന്നിൽ നൃത്താർച്ചന നടത്തിയിട്ടുണ്ട്. നടിയുടെ കുടുംബവും നൃത്തം ആസ്വദിക്കാൻ എത്തിയിരുന്നു. കൊല്ലപ്പെട്ട BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ അനുസ്മരണ ചടങ്ങിൽ ജോലിക്കിടയിൽ പങ്കെടുത്ത ചാവക്കാട് നഗരസഭ കണ്ടിജന്റ് ജീവനക്കാരിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. PV ഹീനയെയാണ് നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശത്തെ തുടർന്ന് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരമാണ് നടപടി. കേരള ധീവര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മണത്തല ചാപ്പറമ്പിൽ സംഘടിപ്പിച്ച പുഷ്പാർച്ചനയിൽ ജോലിക്കിടയിൽ പങ്കെടുത്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജീവനക്കാരിക്കെതിരെ നടപടിയെടുക്കാൻ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകിയത്. രാവിലെ ഹീന ജോലിക്ക് ഹാജർ രേഖപ്പെടുത്തുകയും മാലിന്യം നീക്കുന്നതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഡ്യൂട്ടി സമയത്ത് നഗരസഭയുടെ യൂണിഫോമിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അനുസ്മരണത്തിൽ ഹീന പങ്കെടുത്തതിനെ തുടർന്നാണ് നടപടി. വടക്കേക്കാട് മുക്കിലപ്പിടിക സെന്ററിൽ യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വലച്ച് വടക്കേക്കാട് പോലീസിന്റെ പേരിൽ പുതിയ ബസ് സ്റ്റോപ്പ് സൂചനാ ബോർഡ്. നിലവിലെ ബസ് സ്റ്റോപ്പുകൾക്ക് 100 മീറ്റർ മധ്യത്തിലാണ് പുതിയ സൂചനാ ബോർഡ്. ഇതോടെ ഇവിടെ 3ഇടത്തും ബസ് നിർത്തേണ്ട ഗതികേടിലാണ് ബസ് ജീവനക്കാർ. സൂചന ബോർഡ് കണ്ട് പുതിയ സ്റ്റോപ്പിൽ യാത്രക്കാർ നിൽക്കുന്നുണ്ടെങ്കിലും ബസ്സുകൾ നിർത്താതെ പോകുന്നത് മൂലം യാത്രക്കാരും വലയുകയാണ്. കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് വടക്കേക്കാട് പോലീസ് എന്നെഴുതിയ പുതിയ സ്റ്റോപ്പ് സൂചനാ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മുക്കിലപ്പിടിക സെന്ററിൽ യൂണിയൻ ഓഫീസിന് മുൻപിലും, പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ തിരക്കൊഴിവാക്കാൻ ജംഗ്ഷനിൽ നിന്നു മാറി വടക്കുഭാഗത്തുമാണ് സ്റ്റോപ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ മുക്കിലപ്പിടിക സെന്ററിൽ 300 മീറ്ററിനുള്ളിൽ 3 സ്റ്റോപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഏതാണ് യഥാർത്ഥ സ്റ്റോപ്പ് എന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും. ബസ് സ്റ്റോപ്പ് മാറ്റുന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു. പുതിയ ബോർഡ് വെച്ച സ്ഥലത്ത് ബസ് നിർത്തിയാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാനോ എതിരെ വരുന്ന വാഹനങ്ങൾക്കും യാത്ര ദുസ്സഹമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വടക്കേക്കാട് കൊച്ചന്നൂർ റോഡ് ക്രോസ് ചെയ്യുന്നതും ഇവിടെ ആയതിനാൽ പുതിയ സ്റ്റോപ്പ് ഇവിടെ പ്രായോഗികമല്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അതേസമയം മോഡേൺ ജംഗ്ഷൻ എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ ആശുപത്രി പടിയിലുള്ള സ്റ്റോപ്പിന്റെ ദൂരം സൂചിപ്പിക്കാനാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നും ദൂരം രേഖപ്പെടുത്താത്തതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും കിട്ടിയ വിവരം. CCTV ന്യൂസ് പുന്നേർകുളം.
കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ് നയിക്കുന്ന പ്രക്ഷോഭജാഥയുടെ ആദ്യ ദിനം കുന്നംകുളത്ത് സമാപിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന യോഗം പാർട്ടി മലപ്പുറം ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് സുലേഖ അസീസ് അധ്യക്ഷത വഹിച്ചു. MH റഫീഖ്, KB സുരേഷ്, MA കമറുദ്ദീൻ, P മുനീർ, അഷ്റഫ് മങ്ങാട് എന്നിവർ സംസാരിച്ചു. ജനുവരി 3-ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തോടെയാണ് ബഹുജന പ്രക്ഷോഭം സമാപിക്കുക. ടുഗദർ ഫോർ തൃശൂർ എന്ന പദ്ധതിയുടെ ഭാഗമായി എളവള്ളി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാഗ മാലതി UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD വിഷ്ണു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NB ജയ ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ, പഞ്ചായത്ത് അംഗം ശ്രീബിത, സ്കൂൾ പ്രധാനാധ്യാപിക KP ഷീജ, PTA പ്രസിഡന്റ് EO സോജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കുട്ടികളിൽ പഠനത്തോടൊപ്പം സഹായ മനസ്ഥിതിയും അനുകമ്പ, സ്നേഹം തുടങ്ങിയ മൂല്യങ്ങളും വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മാസത്തിൽ നിശ്ചിത ദിവസം വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും സ്കൂളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ച ശേഷം തെരഞ്ഞെടുത്ത കുടുംബത്തിലേക്ക് എത്തിക്കുന്ന പദ്ധതി പ്രകാരമാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത്. CCTV ന്യൂസ് കേച്ചേരി. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്ന പോലീസ് നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉന്തും തള്ളും. പെരുമ്പടപ്പ് പാറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് ഉന്തും തള്ളും ഉണ്ടായത്. തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നിലയുറപ്പിച്ചു, മുദ്രാവാക്യം വിളിച്ചു. സമാപന യോഗം PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഷാജി കാളിയത്തിൽ, അനസ് മാസ്റ്റർ, ശ്രീജിത്ത്, സുരേഷ് പാട്ടത്തിൽ, ഷംസു കല്ലാട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ് മണ്ഡലങ്ങളിൽ നിന്നായി 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത. ആദ്യഘട്ടത്തിൽ ആന മുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കിയിട്ടുള്ളതെങ്കിലും ഉടൻ തന്നെ മറ്റ് ആനകൾക്കും ഇത്തരത്തിലുള്ള VIP സൗകര്യം ഒരുക്കാനാണ് ദേവസ്വം തീരുമാനം. കോൺക്രീറ്റ് തറ കെട്ടിപ്പൊക്കിയതിനു മുകളിൽ റബ്ബർ ഷീറ്റ് വിരിച്ചാണ് മെത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ആനയ്ക്ക് ഇരുഭാഗത്തേക്കും ചെരിഞ്ഞു കിടക്കാൻ പാകത്തിലാണ് നിർമ്മാണം. 8 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഗുരുവായൂരപ്പ ഭക്തനായ കോയമ്പത്തൂർ സ്വദേശി മാണിക്യന്റെ വഴിപാടായാണ് തറയിൽ മെത്ത നിർമ്മിച്ചു നൽകിയത്. എറണാകുളം ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് 6 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മണ്ണിലെ ചെളിയിൽ നിന്നാണ് ആനകൾക്ക് പാദരോഗം വരുന്നത്. ആനകളുടെ മരണത്തിന് വരെ പാദരോഗം കാരണമാകാറുണ്ട്. നന്ദിനി ദീർഘനാളായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന നന്ദിനിക്കിപ്പോൾ രോഗശമനമായെങ്കിലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് തറി റബ്ബറാക്കാൻ ദേവസ്വം തീരുമാനിച്ചത്. കരിങ്കൽ ക്വാറികളിൽ ഉപയോഗിക്കുന്ന റബ്ബർ ഷീറ്റുകളാണ് ഇതിനും ഉപയോഗിച്ചിരിക്കുന്നത്. റബ്ബർ കൊണ്ടൊരുക്കിയ തറിയിൽ ആനയെ കുളിപ്പിച്ചാലും വെള്ളം കെട്ടി നിൽക്കില്ല. പിണ്ടവും തീറ്റയുടെ അവശിഷ്ടങ്ങളും ഒഴുകിപ്പോകും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ആനകൾക്ക് തറയിൽ റബ്ബർ ഷീറ്റ് വിരിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നിർമ്മാണം രാജ്യത്താദ്യമാണെന്ന് ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി പറഞ്ഞു. പാദരോഗത്തിന് അടിമയായിട്ട് ഇന്നൊരു ആനയാണ് നമ്മുടെ നന്ദിനി ആന. അതിൽ നിന്നൊക്കെ ഇപ്പോൾ മുക്തി നേടി. കാരണം കഷായ മരുന്നിലായാലും എല്ലാം നിർത്തി. നമ്മുടെ ഇപ്പോൾ സഹപ്രവർത്തകർ ഇപ്പോൾ 1-ാം പാപ്പാനായിട്ട് നാരായണൻകുട്ടി, 2-ാമനായിട്ട് മനീഷും കൂടിയിട്ട് നോക്കി. ആന ഇപ്പോൾ ആ അസുഖം പാദരോഗം എന്നുള്ളത് മാറി. ആ പാദരോഗം മാറുന്നതോട് കൂടി തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ ഒരു സ്പോൺസറെ കണ്ടെത്തി. മാണിക്കെന്നാണ് പേര്, കോയമ്പത്തൂരാണ് അയാളിപ്പോൾ താമസം. ആൾ മുഖേന നമുക്ക് ഒരു 8 ലക്ഷം രൂപയോളം ചിലവിൽ നമുക്ക് ഇപ്പോൾ തറി പണിയാൻ പറ്റി. അത് പണിതത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളാണ്, എറണാകുളം സ്വദേശി. അപ്പോൾ അതുകൊണ്ട് പണിയാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി ആനയ്ക്ക് ഇങ്ങനെ വെള്ളത്തിലും ചെളിയിലും നിൽക്കാതെ തന്നെ നല്ല സംരക്ഷണത്തോടു കൂടി തന്നെ തറയിൽ നിൽക്കാനും ഇതിനെല്ലാം കൂടി സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയാണ്. തറികളിൽ പൂഴിമണൽ വിരിച്ചാണ് നിലവിൽ ദേവസ്വം പാദരോഗത്തെ മറികടക്കുന്നത്. തറി വൃത്തികേടാവുന്നതിനനുസരിച്ച് മണൽ മാറ്റിക്കൊണ്ടിരിക്കണം. ഇത്തരത്തിൽ ദേവസ്വത്തിന് ലക്ഷങ്ങളുടെ ചിലവാണ് വരുന്നത്. റബ്ബർ തറിയിലൂടെ ഭാരിച്ച ചെലവ് മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തറികളിലെ മണൽ വാരിത്തിന്ന് ആനകൾക്ക് എരണ്ടകെട്ടും വരാറുണ്ട്. റബ്ബർ തറിയാകുമ്പോൾ ഈ പ്രതിസന്ധിയെയും തരണം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയുണ്ട്. പാദരോഗ ചികിത്സയിൽ കഴിയുന്ന ചെന്താമരാക്ഷൻ, ഗോപാലകൃഷ്ണൻ എന്നീ കൊമ്പന്മാർക്കുൾപ്പെടെ 4 ആനകൾക്ക് കൂടി റബ്ബർ തറി ഒരുക്കാനാണ് ദേവസ്വം തീരുമാനം. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുതിയ തറിയുടെ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ.
ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 254 കമ്പിടി തിരുനാളിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്ര ശ്രദ്ധേയമായി. 1500 പരം ഇടവകാംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയിൽ തിരുനാളിന്റെ വിളംബരം വിളിച്ചോതി ഭടന്മാർ, മാതൃവേദി അംഗങ്ങൾ ഒരുക്കിയ കോൽക്കളി, ക്രിസ്മസിനെ വരവേറ്റുകൊണ്ടുള്ള നിശ്ചല ദൃശ്യം, അമ്പേറ്റ സെബസ്ത്യാനോസിന്റെ നിശ്ചല ദൃശ്യം, ക്രിസ്മസ് പാപ്പ വേഷമണിഞ്ഞ് 100 കണക്കിന് കുട്ടികൾ തുടങ്ങിയവർ അണിനിരന്നു. പാവർട്ടി സബ് ഇൻസ്പെക്ടർ MN ഉണ്ണികൃഷ്ണൻ വിളംബര ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, തിരുനാൾ ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, വിളംബരജാഥ കോർഡിനേറ്റർ PT പാപ്പച്ചൻ, ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി, NJ ലിയോ എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സധൈര്യം മുന്നോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി മഹിളാ കോൺഗ്രസ് നടത്തുന്ന സമര പരിപാടിയുടെ ഭാഗമായി കടവല്ലൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ നൈറ്റ് വാക്ക് നടത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച നൈറ്റ് വാക്ക് കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സെഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനോദിനി പാലക്കൽ, KR രാധിക, കല്യാണി S നായർ, മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രുതി ബെന്നി, ദീപ രാമചന്ദ്രൻ, ബ്ലോക്ക് ഭാരവാഹികളായ അനിത വിൻസെന്റ്, ഷൈനി ഫ്രാൻസിസ്, റുക്കിയ, സിന്ധു മണികണ്ഠൻ, ആമിന കടങ്ങോട് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം റോഡ് ബ്രിക്ക് വിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്ന് 17 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 137 മീറ്റർ നീളത്തിൽ ക്ഷേത്രം റോഡ് ബ്രിക്ക് വിരിച്ച് നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ, ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പ രാധാകൃഷ്ണൻ, ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MC ഐജു, MK ജോസ്, സുധീഷ് പറമ്പിൽ, സ്വപ്ന പ്രദീപ്, PM സജി, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, ദേവസ്വം ഓഫീസർ PB ബിജു, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, ധന്വന്തരി ആയുർവേദ ആശുപത്രി ഡോക്ടർ അരുൺ കൈമൾ, ഉപദേശക സമിതി എക്സിക്യൂട്ടീവ് അംഗം PC അബാൽമണി, വൈസ് പ്രസിഡന്റ് TK ശിവൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഇനി ക്രിസ്മസ് വിശേഷം. നക്ഷത്രങ്ങളും പല വർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ബൾബുകളുമടക്കം വ്യാപാര നഗരിയായി കുന്നംകുളത്ത് ക്രിസ്മസ് ന്യൂ ഇയർ വിപണി സജീവമാകുന്നു. ക്രിസ്മസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പട്ടണത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ്. രൂപയുള്ള ചെറിയ നക്ഷത്രങ്ങൾ മുതൽ 750 രൂപ വരുന്ന ചൈനീസ് നക്ഷത്രങ്ങളും അതിനേക്കാൾ കൂടിയ വിലയിലുള്ളവയും വിപണിയിലുണ്ട്. സിനിമാ പേരുകൾ ഉള്ളവയാണ് ഇത്തവണയും വിപണിയെ കീഴടക്കുന്നത്. RDX എന്ന പേരിലിറങ്ങിയ നക്ഷത്രമാണ് പുതിയ ഐറ്റം. ഇതിനു പുറമെ രോമാഞ്ചം, ജയിലർ, ലിയോ ഇങ്ങനെ പോകുന്നു നക്ഷത്രങ്ങളുടെ പേരുകൾ. പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് നിർമ്മിച്ച വിവിധ വർണ്ണത്തിലും വലുപ്പത്തിലുള്ളതുമായ വാൽനക്ഷത്രങ്ങൾക്ക് ഇത്തവണ ആവശ്യക്കാർ ഏറെയാണ്. കഴിഞ്ഞ വർഷം വിപണിയിൽ തിളങ്ങിയ നിയോൺ നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. 1000-ന് മുകളിലാണ് ഇവയുടെ വില. 2 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീക്ക് 250 രൂപയാണ് വില. 4 അടിക്ക് 380, മെറ്റൽ ട്രീക്ക് 600, പൈൻ ട്രീക്ക് 750 എന്നിങ്ങനെയാണ് വില നിലവാരം. പ്രത്യേക LED ക്രിസ്മസ് ട്രീകൾക്ക് 3500 രൂപ വരെ വിലയുണ്ട്. LED മാല ലൈറ്റുകൾ മറ്റൊരു ആകർഷണമാണ്. 1500 മുതൽ 500 വരെയാണ് ഇവയുടെ വില. അലങ്കാര വസ്തുക്കൾ പാക്കറ്റിന് 50 രൂപ മുതലും ലഭ്യമാണ്. ഈറ്റയുടെ പുൽക്കൂടിന് പുറമെ റബ്ബറിലും പ്ലൈവുഡിലും നിർമ്മിച്ച പുൽക്കൂടുകളും വിപണിയിലുണ്ട്. പുൽക്കൂട്ടിൽ വെക്കുന്ന ഒരു സെറ്റ് പ്രതിമകൾക്ക് 300 രൂപ വരെ വിലയുണ്ട്. വലുപ്പമനുസരിച്ച് ഇവയുടെ വിലയിലും മാറ്റം വരുന്നുണ്ട്. വലിയ സെറ്റിന് 1200 രൂപ വരെയാണ് വില. കൂടാതെ സാറ്റയുടെ വലിയ എയർ നിറച്ച സോളുകൾ ഇപ്രാവശ്യത്തെ വിപണിയിലെ മറ്റൊരു ആകർഷണമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് വിപണിയിൽ നല്ല കച്ചവടമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ക്രിസ്മസ് ഐറ്റംസിന് പുറമെ പല വലുപ്പത്തിലുള്ള ഡ്രസ്സുകളും കുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകളും വിപണിയിൽ സജീവമാണ്. CCTV ന്യൂസ്, കുന്നംകുളം.
ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി നാടൊരുങ്ങി. സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലും ആഘോഷങ്ങൾ സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനത്തിൽ വൈദിക സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് കരോൾ 2023 സമാപിച്ചു. ചൊവ്വാഴ്ച തൃശൂർ ഭദ്രാസന ആസ്ഥാന ദൈവാലയമായ സെന്റ് ജോസഫ് ചാപ്പലിൽ നിന്നും പ്രാർത്ഥനയോടെ ആരംഭിച്ച കരോൾ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 2 ദിവസം പര്യടനം നടത്തി ബുധനാഴ്ച രാത്രിയിൽ സമാപിച്ചു. കോവിഡ് കാലത്ത് വിവിധ കാരുണ്യ പ്രവൃത്തികളിലൂടെ ശ്രദ്ധേയരായ വൈദികരാണ് ഈ വർഷവും ക്രിസ്മസ് സന്ദേശവുമായി വൈദികരുടെ ഭവനങ്ങളിലേക്ക് കരോളുമായി എത്തിയത്. വൈദികരായ റെജി കുഴിക്കാട്ടിൽ, ബിജു മുങ്ങാങ്കുന്നേൽ, ബേസിൽ കൊല്ലാർമല്ലി, ജോബി പാപ്പാളി, ജോൺ വൈനിലത്തിൽ, എൽദോസ് ചിറക്കുഴിയിൽ, ഗ്ലിൻഡോ പാറേക്കുടിയിൽ എന്നീ വൈദികർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി അങ്ങാടി മോർ അത്തനാസിയോസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ആഘോഷിച്ചു. പള്ളിയിൽ നിന്നാരംഭിച്ച ക്രിസ്മസ് കരോൾ ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി സി യു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കമ്മിറ്റി അംഗം KG സണ്ണി എന്നിവർ ആശംസകൾ നേർന്നു. യൂണിറ്റ് അംഗങ്ങൾ വീടുകളിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. സാന്താക്ലോസ് മധുര വിതരണവും നടത്തി. കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഓമന ജോസ്, സെക്രട്ടറി PU ശ്യാമു, ജോയിന്റ് സെക്രട്ടറി ബിജു ജോസ്, ട്രഷറർ ജെയിംസൺ ചീരൻ എന്നിവർ നേതൃത്വം നൽകി. വയലത്തൂർ സെന്റ് സിറേക്ക് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ബോൺ നത്താലെ സംഘടിപ്പിക്കും. വൈകിട്ട് 6-ന് 500-ൽ പരം പാപ്പകൾ അണിനിരക്കുന്ന ബോൺ നത്താലയും സംഗീത നൃത്ത ചുവടുകളുമായി ഫ്ലാഷ് മോബും ഉണ്ടാകും. 24-ാം തീയതി ക്രിസ്മസ് ട്രീ മത്സരവും കരോൾ ഗാന മത്സരവും മതബോധന കുട്ടികളുടെ നേതൃത്വത്തിൽ പുൽക്കൂട് മത്സരവും ഉണ്ടായിരിക്കും. ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ട് 7 മണിക്ക് സീനിയർ CLCയുടെ ആഭിമുഖ്യത്തിൽ ഗാനമേളയും നടക്കും. FKM ചാരിറ്റി 100-ൽ പരം കിഡ്നി രോഗികൾക്ക് ഡയലൈസർ വിതരണം ചെയ്യും. തിരുകർമ്മങ്ങൾക്ക് ഫാദർ വർഗീസ് പാലത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ അമല മെഡിക്കൽ കോളേജ് BSc നഴ്സിംഗ് 3-ാം വർഷ വിദ്യാർത്ഥികളും സ്റ്റാഫും പങ്കുചേർന്നു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ്തി രാമകൃഷ്ണൻ, മാനേജർ ബോർജിയോ ലൂയിസ്, സോഷ്യൽ വർക്കർ ജിറ്റു ജോയ്, ആദ്ര KS എന്നിവർ സംസാരിച്ചു. തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച നക്ഷത്രങ്ങൾ ചെലവഴിച്ചതിന്റെ തുക ഡോക്ടർ ദീപ്തി രാമകൃഷ്ണനും ബോർജിയോ ലൂയിസും ചേർന്ന് കുട്ടികൾക്ക് കൈമാറി. കേരളോത്സവം 2023-ൽ ഓട്ടൻതുള്ളൽ മത്സരയിനത്തിൽ ജില്ലാതലത്തിൽ 1-ാം സ്ഥാനവും ബഡ് സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിലും പ്രച്ഛന്നവേഷത്തിലും 1-ാം സ്ഥാനവും കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിയായ വൈദേഹിയെ അമല മെഡിക്കൽ കോളേജ് സ്റ്റാഫ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. BRC അധ്യാപിക അഞ്ജു K ജയൻ സ്വാഗതവും വിദ്യാർത്ഥിനി അഞ്ജലി ശിവദാസ് നന്ദിയും പറഞ്ഞു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൗരസമിതി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കൊള്ളനൂർ വർക്കി അന്നാമ്മയുടെ ഭവനത്തിൽ കേക്ക് മുറിച്ച് സ്നേഹം പങ്കുവച്ചാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, ഗുരുവായൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ V സജി, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, പഞ്ചായത്ത് അംഗം PK അസീസ്, പിൻഡോ ഫ്രാൻസിസ്, പിറ്റ്സൺ ചാക്കോ, പൗളി ടീച്ചർ, തോമസ് C, മറ്റം ചാരിറ്റി കമ്മിറ്റി കൺവീനർ മാർട്ടിൻ PC തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കി ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ കുരുന്നുകൾ. ക്രിസ്മസ് പരീക്ഷ LP വിഭാഗം സമാപിച്ച ശേഷമാണ് കുരുന്നുകൾ ആഘോഷത്തിനായി ഒരുങ്ങിയത്. ഇതിനായി സ്കൂൾ പരിസരവും ക്രിസ്മസ് ട്രീ, നക്ഷത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് അലങ്കരിച്ചിരുന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് കുരുന്നുകളെ ആഘോഷത്തിനായി തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായി ഭൂരിഭാഗം കുരുന്നുകളും സാന്താക്ലോസ് വേഷമണിഞ്ഞായിരുന്നു ആഘോഷത്തിൽ പങ്കെടുത്തത്. സ്കൂൾ മാനേജർ, ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയം വികാരിയുമായ ഫാദർ ഡെന്നീസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ AD സാജു മാസ്റ്ററുടെ അധ്യക്ഷതയിൽ KG ഉൾപ്പെടെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ് അടിസ്ഥാനത്തിൽ നറുക്കെടുത്ത 6 കുട്ടികൾക്ക് ക്രിസ്മസ് കേക്ക് വിതരണം നടത്തി. തുടർന്ന് KG കുട്ടികളുടെ വിവിധ കലാപരിപാടികളും LP ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള മത്സരവും സമ്മാന വിതരണവും ഉണ്ടായി. സീനിയർ അധ്യാപിക KL കത്രീന എഡ്വിൻ സ്വാഗതവും ഷിൻഡോ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. അധ്യാപകരായ ഷീന തോമസ്, സിബി ലാസർ, CS ഫൗസിയ, NK ഷജി, KF ലീന, ബീന ഡൊമിനി, OJ ജാൻസി, KR നിത, ജിഷി ജേക്കബ്, സൗദ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷം അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം,
മേട്രൺ സിസ്റ്റർ ജസ്ന എന്നിവർ കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ നൃത്താവിഷ്കാരങ്ങളും പരിപാടികളും അവതരിപ്പിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ക്രിസ്മസിന്റെ ആശയം ഉൾക്കൊള്ളുന്ന സ്കിറ്റ് അവതരിപ്പിച്ചത് ആകർഷകമായി. സിസ്റ്റർ ജെസ്സി മരിയ, നിഷ രമേശ്, ഡോക്ടർ വിനയ കെ ചന്ദ്രൻ, ദോ ഇമത്യാസ് ഖാൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളുടെയും കൂട്ടിരിപ്പുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. കേന്ദ്ര സർക്കാരിൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വിഭാഗത്തിലെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന ശ്രീനിവാസ നായിഡു, അഡ്വൈസർ മോഹന നാഗരാജ, കേസരി കോൺക്ലേവ് 2021 ബെസ്റ്റ് സോഷ്യൽ വർക്കർ അംഗീകാരം ലഭിച്ച സന്തോഷ് ഗീവർ എന്നിവർ കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു. ബാലസാഹിതി സമിതി പ്രസിഡന്റ് അജിത് ചീരൻ, സ്കൂൾ പ്രിൻസിപ്പാൾ എൻ ജെലിസി, ബാലസഹായ സമിതി ബോർഡ് അംഗങ്ങളായ ചെറു മാസ്റ്റർ, നെൽസൺ നൈപ്പ് എന്നിവർ നേതൃത്വം നൽകി. കിഴൂർ വിവേകാനന്ദ കോളേജിലെ വിദ്യാർത്ഥികളുടെയും തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും ചൈതന്യയിലെ കുട്ടികളുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കൈനിറയെ മധുര പലഹാരങ്ങളും സാമ്പത്തിക സഹായവുമായാണ് എല്ലാ അതിഥികളും സ്കൂളിൽ വന്നത്. കുന്നംകുളം നഗരസഭയിൽ കുടുംബശ്രീ CDS 1 നേതൃത്വത്തിൽ നടത്തുന്ന ക്രിസ്മസ് ന്യൂ ഇയർ വിപണന മേളയ്ക്ക് തുടക്കമായി. നഗരസഭാങ്കണത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CDS വൈസ് ചെയർപേഴ്സൺ വിനയ വത്സൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ME കൺവീനർ രമ്യ സ്വാഗതവും SD കൺവീനർ വിദ്യ നന്ദിയും പറഞ്ഞു. CDSന്റെ ഭരണസമിതി അംഗങ്ങൾ, നഗരസഭാ കൗൺസിലർമാർ, മെമ്പർ സെക്രട്ടറി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഡിസംബർ 21, 22, 23 ദിവസങ്ങളിലായാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 2024 ജനുവരി 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ നടത്തുന്ന വിദ്യാഭ്യാസ സംഗമം ബെത്ക്ലേവിന്റെ ലോഗോ പ്രകാശനം മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരായ വ്യക്തികളെ ഉൾപ്പെടുത്തി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ, പ്രദർശനങ്ങൾ തുടങ്ങി അനേകം പരിപാടികളാണ് ബെത്ക്ലേവിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ പറഞ്ഞു. മരത്തങ്കോട് അമ്പലംപള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണവും ദേശവിളക്കും ഡിസംബർ 27 ബുധനാഴ്ച ആഘോഷിക്കും. പൊങ്കാല സമർപ്പണത്തിന് സിനിമാ സീരിയൽ താരങ്ങളായ സോഫി ആന്റണി, ഹണി സോമൻ എന്നിവർ ദീപം തെളിയിക്കും. ക്ഷേത്രം രക്ഷാധികാരി ശ്രീലാൽ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും കലശവും 108 ഇളനീർ അഭിഷേകവും ഉണ്ടാകും. തുടർന്ന് അന്നദാനം നടക്കും. വൈകിട്ട് പ്രാദേശിക കാവടി വരവ്, ദീപാരാധന, വിളക്കെഴുന്നള്ളിപ്പ്, സമൂഹ സദ്യ എന്നിവയ്ക്ക് ശേഷം കലാപരിപാടികളും അരങ്ങേറും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാട്ടകമ്പാൽ യൂണിറ്റ് കൺവെൻഷൻ നടത്തി. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വത്സല കൊച്ചു അധ്യക്ഷത വഹിച്ചു. AKTA പഴഞ്ഞി ഏരിയ സെക്രട്ടറി PM എസ്തർ പ്രവർത്തന റിപ്പോർട്ടും കാട്ടകമ്പാൽ യൂണിറ്റ് സെക്രട്ടറി ഷീല പോൾസൺ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പഴഞ്ഞി ഏരിയ പ്രസിഡന്റ് ലതാ ബാബു, കമ്മിറ്റി അംഗങ്ങളായ PK കൗസല്യ, സജിത, സതി എന്നിവർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി പ്രക്ഷോഭജാഥയുടെ 2ാം ദിനം പോർക്കുളം സെന്ററിൽ നിന്നും ആരംഭിച്ചു. വിമൺ ജസ്റ്റിസ് സംസ്ഥാന സമിതി അംഗം സുലേഖ അസീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ഷമീറ നാസർ അധ്യക്ഷത വഹിച്ചു. PA ബദറുദ്ദീൻ, KB സുരേഷ്, MA കമറുദ്ദീൻ, K അനീസ്, MN സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രക്ഷോഭയാത്രയ്ക്ക് മങ്ങാട്, വടുതല, ചിറക്കൽ, പഴഞ്ഞി, അയ്നൂർ, കരിക്കാട് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. പാർട്ടി കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MH റഫീഖാണ് ജാഥ നയിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ MH റഫീഖിനെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഹാരാർപ്പണം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ CM നന്ദി പറഞ്ഞു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിൽ വരുമാന നികുതി സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ N പ്രസന്ന, ഡെപ്യൂട്ടി കമ്മീഷണർ V നാരായണൻ, ഇൻകം ടാക്സ് ഓഫീസർ MV ശങ്കരനാരായണൻ എന്നിവർ ക്ലാസ് നയിച്ചു. ചേംബർ ട്രഷറർ MK പോൾസൺ, വൈസ് പ്രസിഡന്റ് വിൽസൺ മാത്യൂസ്, ജോയിന്റ് സെക്രട്ടറി രാജു ചുങ്കത്ത് എന്നിവർ പങ്കെടുത്തു. ചേംബർ സെക്രട്ടറി KM അബൂബക്കർ സ്വാഗതവും യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തേക്കേക്കര നന്ദിയും പറഞ്ഞു. പുന്നൂർകുളം അണ്ടത്തോട് പാപ്പാളി സെന്ററിൽ ഇന്നോവ കാറിൽ ബൈക്കിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ തൃപ്പൂണിത്തുറ സ്വദേശി മെൽവിനാണ് പരിക്കേറ്റത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. ഇയാളെ വിന്നേഴ്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികളെ ചേർത്ത് നിർത്താം എന്ന ലക്ഷ്യത്തോടെ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മയിൽ മേരി പ്യാരി ചങ്ങായിസ് എന്ന സന്ദേശത്തോടെ വ്യക്തി ശാക്തീകരണം എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ NSS സ്റ്റുഡന്റ് കോർഡിനേറ്റർ NP ദൃശ്യ അധ്യക്ഷത വഹിച്ചു. NSS വളണ്ടിയർമാരായ അഖില ഗോപിനാഥ്, ഹൈഫ അമീന, AK സാന്ദ്ര എന്നിവർ വിഷയാവതരണം നടത്തി. 30ഓളം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. അതിഥി തൊഴിലാളികൾക്കായി ത്രിഭാഷാ പഠന പദ്ധതി നടപ്പിലാക്കുമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ സൗമ്യ MS പറഞ്ഞു. ഷാഹുൽ ഹമീദ്, ബിലാൽ, NSS വളണ്ടിയർ അമീന, ഹൈഫ എന്നിവർ സംസാരിച്ചു. വിപണി. കുന്നംകുളം കുറുക്കൻപാറയിൽ ക്രൗൺ ഫ്യൂവൽസ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കുറുക്കൻപാറയിൽ ഗ്രീൻ പാർക്കിന് സമീപമാണ് പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കുന്നംകുളം നിയോജകമണ്ഡലം MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ RM വർമ്മ, കൊച്ചി RS മാനേജർ ഹിമാൻഷു ചൗഹാൻ, പെട്രോൾ പമ്പ് ഉടമസ്ഥർ, കുടുംബാംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണി സാരഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഭരണസമിതി യോഗം ചേർന്ന് TM വേണു മാസ്റ്ററെ പ്രസിഡന്റായും K പ്രഭാകരനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. അനുമോദന യോഗം വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ബാങ്ക് പ്രസിഡന്റ് N സോമനാഥൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, P മോഹൻദാസ്, KG ഗോപിനാഥൻ, KM നൌഷാദ്, അഡ്വക്കേറ്റ് EF യോഹന്നാൻ, P മാധവൻ നായർ, KV ഫ്രാൻസിസ്, KL ഫ്രാൻസിസ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജെന്നി വിൽസൺ നന്ദിയും പറഞ്ഞു. ആധുനിക രീതിയിൽ തുള്ളി നനയോടുകൂടിയ കുരുമുളക് കൃഷിക്ക് വടക്കേക്കാട് പഞ്ചായത്തിൽ തുടക്കമായി. വടക്കേക്കാട് പഞ്ചായത്തിൽ കൊച്ചന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഇസ പേപ്പർ ഫാം പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ഫാത്തിമ ഈച്ചത്തറയിൽ എന്നിവർ ചേർന്ന് തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇസ ഫാം ഉടമ ബേബി ഈച്ചർത്തയിൽ, വാർഡ് മെമ്പർ ഹഫിയ ജവർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, നഗരസഭാ കൗൺസിലർ സുജീഷ്, നാട്ടുകാർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫാമിൽ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ തയ്യാറാക്കിയ തോട്ടത്തിൽ 200 കുമ്പുകൽ ഇനം കുരുമുളക് തൈകൾ ആദ്യഘട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുന്നു. ആധുനിക രീതിയിൽ തുള്ളി നനയോടുകൂടിയ കുരുമുളക് ചെടികളാണ് നിശ്ചിത അകലത്തിൽ വെച്ചിട്ടുള്ളത്. ഇതിനായി സ്ഥാപിച്ച PVC പൈപ്പ് തൂണുകളാണ് പടരുവാൻ ഉപയോഗിക്കുന്നത്. ഇടുക്കിയിൽ പ്രചാരത്തിലുള്ള കുമ്പുകൽ ഇനം തൈകളാണ് നടുന്നത്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം. പാവറട്ടി പുതുമനശ്ശേരി തത്തോത്ത് പരേതനായ വൈശ്യം വീട്ടിൽ മുഹമ്മദ് ഭാര്യ നാലകത്ത് പള്ളത്ത് ഐഷ നിര്യാതയായി 86 വയസ്സായിരുന്നു. ഖബറടക്കം പുതുമനശ്ശേരി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. അഷ്റഫ്, ബഷീർ, ഷെരീഫ്, സലാഹുദ്ദീൻ, റുക്കിയ, റസിയ എന്നിവർ മക്കളാണ്.
പുന്നൂർക്കുളം വെട്ടിപ്പുഴ പള്ളിക്ക് വടക്കുഭാഗം അവണോട് വടക്കേക്കാട്ടിൽ അവറാൻ എന്ന മുഹമ്മദ് അലി നിര്യാതനായി 80 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാവുന്ന ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടന്നു. നബീസയാണ് ഭാര്യ. റംല, സുബൈദ, നൌഷാദ് എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് പിൻവശം താമസിക്കുന്ന ഔങ്ങാട്ടിൽ പരേതനായ മാനുക്ക മകൻ കബീർ നിര്യാതനായി. 52 വയസ്സായിരുന്നു. ആശാപ്രവർത്തക ബസരിയ ഭാര്യയും ഹസ്ന, അനസ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചാലിശ്ശേരി മുഹിദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിനിമാ താരം ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. പുതുശ്ശേരി എഴുത്തുപുരയ്ക്കൽ ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇവർക്ക് താമസ സൗകര്യമൊരുക്കാൻ സഹായിച്ചവർക്കെതിരെയും അന്വേഷണം. അന്തരിച്ച പ്രശസ്ത ഇടയ്ക്ക വാദ്യകലാകാരൻ തിച്ചൂർ മോഹനന് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. അന്തിമോപചാരം അർപ്പിക്കാൻ തിച്ചൂർ ഗ്രാമത്തിലേക്ക് 100 കണക്കിന് പേരെത്തി. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. MDMA വിൽപ്പന ഒളിവിലായിരുന്ന യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രത്തിന് സമീപം പൊന്നമ്പത്തയിൽ ജാസിറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി BJP സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ നേരിൽ കണ്ട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ ഉന്നത നേതൃത്വം പ്രാദേശിക തലങ്ങളിലേക്ക്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പുന്നൂർക്കുളം മേഖലയിൽ സന്ദർശനം നടത്തി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ശുഭപ്രതീക്ഷയെന്ന് സുരേന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.